യഥാർത്ഥത്തിൽ എന്താണ് തങ്കമണി? എന്താണ് തങ്കമണിയിൽ സംഭവിച്ചത്? നിരവധി പുരുഷന്മാരെ പോലീസുകാർ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ കുടുംബത്തിനെ മുഴുവൻ എത്രത്തോളം ദ്രോഹിക്കാവോ അത്രത്തോളം ദ്രോഹിച്ച് ഇല്ലാതാക്കുകയും ചെയ്ത ഒരു വിഷയമായിരുന്നു തങ്കമണി സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോ ഇത് കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ ഈ കാര്യം നടന്നത് നമ്മുടെ കേരളത്തിലാണെന്ന്? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. 1986 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു ബസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസുകാരിൽ ലാത്തി ചാർജും വെടിവെപ്പും ഉണ്ടാക്കി. അതിനുശേഷം രോക്ഷാകുലരായിരുന്ന നാട്ടുകാർക്കെതിരെ അവര് പല അതിക്രമങ്ങളും കാട്ടിക്കൂട്ടി. സോ കേരളത്തിൽ അന്നുണ്ടായ ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി അടുത്തിടെ ആ സംഭവത്തിനെ ആസ്പദമാക്കി മലയാളത്തിലൊരു മൂവി ഇറങ്ങിയായിരുന്നു. തങ്കമണി എന്ന് തന്നെയായിരുന്നു ആ മൂവിക്ക് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദിലീപ് ആയിരുന്നു നായകൻ. തങ്കമണി എന്നത് കേവലം ഒരു സിനിമയായിരുന്നില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലുണ്ടായ ഒരു യഥാർത്ഥ സംഭവം. സോ എന്താണ് തങ്കമണിയിലെ റിയൽ സ്റ്റോറി? അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഇടുക്കി ജില്ലയിലെ ആ ഗ്രാമത്തിന് തങ്കമണി എന്ന് പറയുന്ന പേര് വന്നത്? അത് കേവലം ഒരു സ്ത്രീയുടെ പേരായിരുന്നില്ല. ഇടുക്കിയിൽ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രമാണിയായിരുന്നു തൊപ്ര മൂപ്പൻ. അയാൾക്ക് 5 മക്കളുണ്ടായിരുന്നു. പ്രകാശൻ, നീലി, പുഷ്പ, കാമാക്ഷി, തങ്കമണി. അങ്ങനെ കൂട്ടത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായ തങ്കമണിയുടെ സ്ത്രീധന വിഹിതമായി അയാളുടെ പക്കലുണ്ടായിരുന്ന ഒരു പങ്ക് സ്ഥലം അവൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ തങ്കമണിക്ക് കിട്ടിയ വിഹിതമാണ് പിൽക്കാലത്ത് തങ്കമണി എന്ന് പറയുന്ന നാടായി മാറിയത്. അങ്ങനെയാണ് കഥകൾ പറയുന്നത്. എന്തായാലും ആ ഗ്രാമത്തിലാണ് കേരളത്തിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന അത്രയും വലിയ സംഭവം ഉണ്ടായത്. കേരളത്തിനെയൊക്കെ പിടിച്ച് കുലുക്കി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത്രയും വലിയ എന്തോ പ്രശ്നമാണ് അവിടെ നടന്നതെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയായിരുന്നില്ല. കേവലം ഒരു ബസ് റൂട്ടിനെ പറ്റിയുള്ള തർക്കമായിരുന്നു അത്രയും വലിയൊരു കാര്യത്തിലേക്ക് വഴിതെളിച്ചത്. കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് ആ സമയത്ത് ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടപ്പനയിൽ നിന്ന് എടുക്കുന്ന ബസ് തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിരുന്നു അവരെ പാറമട എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടുന്നതുകൊണ്ട് തന്നെ, അതായത് കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള സർവീസ് ചാർജും വാങ്ങി യാത്രക്കാരെ പാറമടയിൽ ഇറക്കി വിടുന്നുണ്ട്. അവരൊരിക്കലും ആ ബസ് ജീവനക്കാരോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. കാരണം ബസ് ജീവനക്കാരുടെ ആ ഒരു പെരുമാറ്റം കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള സ്ഥിര യാത്രക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ടിലാവുന്ന എല്ലാവരും കൂടി ഈ കാര്യത്തിനെതിരെ ശക്തമായിട്ട് പോരാടാൻ വേണ്ടി ഇറങ്ങുവാണ്. അതിന്റെ മുൻപതിയിലുണ്ടായിരുന്നത് ഈ ഒരു കാര്യം കൊണ്ട് ദിവസവും ബുദ്ധിമുട്ടിലാവുന്ന കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അവരാവശ്യപ്പെട്ടത് ഇതായിരുന്നു: എല്ലാ ദിവസവും കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്കുള്ള ബസ് ടിക്കറ്റ് വാങ്ങി തങ്കമണിക്ക് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറക്കി വിടുന്ന പരിപാടി നടക്കില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് വാങ്ങിയ ഞങ്ങളെ അവിടെ തന്നെ എത്തിക്കണം. അങ്ങനെ വിദ്യാർത്ഥികൾ അവരെ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ദേഷ്യം വരുന്ന ബസ് ജീവനക്കാരെ ആ വിദ്യാർത്ഥികളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ അവരെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുവാണ്. എന്നിട്ട് വീണ്ടും ഒരു പഴയ പോലെ തന്നെ തങ്കമണിയിലേക്ക് പോകുന്ന യാത്രക്കാരെ പാറമടയിൽ തന്നെ ഇറക്കി വിടുന്നു. അങ്ങനെ അവരുടെ ഈ ഒരു പെരുമാറ്റം അവിടെയുള്ള നാട്ടുകാരെ വീണ്ടും ചോദിപ്പിക്കുകയാണ്. അങ്ങനെ ഇത് വലിയ തോതിൽ നാട്ടുകാരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭത്തിന് കാരണമാകുന്നു. അത്ര നാളും മിണ്ടാതിരുന്ന പല നാട്ടുകാരും പ്രക്ഷോഭകാരികളുടെ ഒത്തുകൂടുകയാണ്. അങ്ങനെ അതേ തുടർന്ന് നാട്ടുകാരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ആ ബസ് ജീവനക്കാരുടെ ആ ബസ് പാറമടയിൽ നിന്ന് പിടിച്ച് തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന ബസ് ജീവനക്കാരെ അവിടെ കെട്ടിയിടുവാണ്. എന്നിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി പോയ തെറ്റിന് ഇവര് മാപ്പ് പറഞ്ഞാലേ ഇനി അവർ വിട്ടയക്കുള്ളൂ എന്നും പറഞ്ഞ് ജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ അവരുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ ആ ബസ്സിന്റെ മുതലാളി തയ്യാറായില്ല. ദേവസ്യ എന്ന് പറയുന്ന അയാൾക്ക് പൊളിറ്റിക്കലി ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഒരു ധാഷ്ട്യം വെച്ച് അയാൾ ആ രീതിക്ക് ആ കാര്യത്തിന് നേരിടാൻ തുടങ്ങുന്നു. അതായത് അയാൾ പോലീസില് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. തന്റെ ബസ് ആ നാട്ടുകാരെ ബലമായി പിടിച്ചോണ്ട് പോയതാണ്, അതുകൊണ്ട് ആ ബസ് എത്ര വേഗം തിരിച്ചു കിട്ടണമെന്ന്. പൊളിറ്റിക്കലി നല്ല പവേഴ്സ് ഉള്ള അയാള് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്ന സമയത്ത് പോലീസുകാരാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ബസ് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വരുന്നു. എന്നാൽ ആ സമയം തങ്കമണിയിലെ നാട്ടുകാര് ഒരിക്കലും പോലീസിനെ കണ്ടു ഭയന്ന് ആ ബസ് തിരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പോലീസ് വന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അവരവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ്. അവരാവശ്യപ്പെട്ടോലെ ബസ് ജീവനക്കാര് വന്ന് ഇവരോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ആ ബസ് തിരിച്ചു കൊടുക്കുള്ളൂ എന്ന്. അങ്ങനെ ഈ ഒരു കാര്യം ഒടുവില് പോലീസുകാരും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെക്കുന്നു. അങ്ങനെ അതിനൊടുവിൽ നാട്ടുകാർക്കെതിരെ പോലീസിൽ ലാത്തി വീശുന്നു. ചുരുങ്ങിയ കൂട്ടം പോലീസുകാർ മാത്രമായിരുന്നു ആ സമയത്ത് തങ്കമണിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രോക്ഷാകുലരായ നാട്ടുകാർ ആ സമയം കല്ലെടുത്ത് പോലീസുകാർക്ക് നേരെ എറിഞ്ഞ് അവരെ അവിടെ നിന്ന് ഓടിക്കുവാണ്. നാട്ടുകാരുടെ അത്ര അംഗബലം പോലീസുകാർക്ക് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് തോറ്റ് പിന്മാറേണ്ടി വരുന്നു. അതായത് പേടിച്ചോടേണ്ടി വരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം അവർക്ക് വല്ലാത്ത നാണക്കേടുണ്ടാക്കുന്നു. അതിനാൽ പിന്നീട് പോലീസുകാർക്ക് ഈ ഒരു കാര്യം കൊണ്ട് നാട്ടുകാരോട് ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാവാൻ തുടങ്ങുന്നു. അങ്ങനെ ദേഷ്യവും വൈരാഗ്യം എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത ദിവസം അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അംഗബലം കൂട്ടി, അതായത് ഒരു വലിയ കൂട്ടം പോലീസുകാരുമായിട്ട് അവിടേക്ക് എത്തി ഇന്നലെ പോലീസുകാരെ വരട്ടി ഓടിച്ച ആ നാട്ടുകാർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതായത് അവർക്ക് നേരെ ലാത്തി വീശുവോ അവരെ തല്ലി ഓടിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. പീമയുടെ SI ആയിരുന്ന IC തമ്പാനാണ് ആ ദൗത്യം ലീഡ് ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ
പോലീസുകാർ പേടിച്ചോടില്ല, പ്രശ്നം ഉണ്ടാക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള കുറച്ച് അധികാരികൾ പോലീസുകാരുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് ശ്രമിക്കുകയാണ്. എന്നാൽ ഭയങ്കര വാശിയിലായിരുന്ന പോലീസുകാര് അതിന് തയ്യാറാവുന്നില്ല. അതിനൊടുവിൽ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ജനങ്ങൾ കാട്ടിക്കൂട്ടിയതിനല്ല അവരുടെ പ്രതികാരം വീട്ടുന്നു. അതായത് ലാത്തി ചാർജും അതിനൊടുവിൽ അവർക്ക് നേരെ വെടിവെപ്പ് നടത്തുവാണ്. അങ്ങനെ ആ വെടിവെപ്പില് അവറാച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തി സ്പോട്ടിൽ മരിക്കുന്നു. അതുപോലെ മാത്യു എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അയാളുടെ ഇരു കാലുകളും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടന്നപ്പോ പോലീസുകാർക്കെതിരെ വീണ്ടും നാട്ടുകാർ തിരിയുവാണ്. അങ്ങനെ പ്രശ്നം ഗുരുതരാവെന്ന് മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ തങ്കമണിയിലേക്ക് വീണ്ടും ഫോഴ്സിനെ എത്തിക്കുന്നു. വേണ്ട സന്നാഹങ്ങളെല്ലാം റെഡിയാക്കുന്നു. പിന്നീട് തങ്കമണി കണ്ടത് പോലീസുകാരുടെ നരനായാട്ടായിരുന്നു. വഴിയിൽ കണ്ടവരെയൊക്കെ വളരെ ക്രൂരമായി പോലീസുകാരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. രാത്രി ആക്രമണത്തിനൊന്നും പോവാതെ വീട്ടിൽ കിടന്നിറങ്ങിയവരെ വീട്ടിൽ കയറി ദ്രോഹിക്കുന്നു. വീട്ടിലെ പുരുഷന്മാരെ തല്ലിച്ചതച്ച് അവരുടെ തലയിൽ ഒരുപാട് കേസുകൾ കെട്ടിവെക്കുന്നു. അതൊന്നും കൂടാതെ അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ ദ്രോഹിച്ച് അവരെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ കുട്ടികളെ ക്രൂരമായി ദ്രോഹിക്കുകയും ചെയ്യുന്നു. ആ സമയം പോലീസുകാർക്ക് തങ്കമണിയിലെ നാട്ടുകാരോട് ഭയങ്കര ദേഷ്യം വിദ്വേഷമായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവർ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ നോക്കാതെ എല്ലാവരോടും ഈ ഒരു കൊടും ക്രൂരത കാണിച്ചത്. അങ്ങനെ കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അത്രയും വലിയൊരു കാര്യം സംഭവിക്കുമ്പോൾ ഈ ഒരു കാര്യം കാട്ടുതീ പോലെ എല്ലായിടത്തേക്കും പരക്കുവാണ്. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ചർച്ചാതായി മാറുവാണ്. അങ്ങനെ ജനങ്ങളാകെ ഈ കൊടും ക്രൂരത കാണിച്ചു കൂട്ടുന്ന പോലീസുകാർക്കെതിരെ പ്രക്ഷോഭങ്ങളുമായിട്ട് ഇറങ്ങുവാണ്. കേരളത്തിലെ മന്ത്രിസഭ വരെ ആടിയുലയുന്നൊരു അവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യം മാറുവാണ്. അതേസമയം പോലീസുകാരെ കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണക്കാരായ ജനങ്ങള് പോലീസുകാരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ വൻതോതിൽ സംഘടിക്കാനും തുടങ്ങുന്നു. മാത്രവുമല്ല കവർച്ച, ഭവനവേദനം, ദേഹോപദ്രവം, ബലാത്സംഗം തുടങ്ങിയ 38ഓളം കുറ്റങ്ങൾ ചുമത്തി പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ജനങ്ങൾ ഒത്തുകൂടി കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് കേരളത്തിൽ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോവായിരുന്നു. അതായത് 1987. അങ്ങനെ ഈ ഒരു വലിയ സംഭവം ഇലക്ഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ അവസരം പ്രതിപക്ഷം വേണ്ട രീതിയിൽ മുതലാക്കുവാണ്. അങ്ങനെ ആ സമയം മുഖ്യമന്ത്രി മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടുവാണ്. അത് മാത്രമല്ല അന്വേഷണ വിധേയമായി ആ കേസിൽ ഇടപെട്ട ഒരു 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ആ പ്രതിഷേധാഗ്നി ചെറിയ രീതിയിലെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും അന്ന് തങ്കമണിയിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾ കോടതിയിൽ കൊടുത്ത ഹർജി അങ്ങനെ വാദത്തിലേക്ക് വരുന്ന സമയം പോലീസുകാർ ചെയ്തതിനൊന്നും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ലാന്നും പറഞ്ഞ് പോലീസുകാർ ചെയ്ത കുറ്റങ്ങളല്ല ജനങ്ങൾ ആരോപിക്കുന്ന വെറും ചില ആരോപണങ്ങൾ മാത്രമായി മാറുകയാണ്. അത് വലിയ രീതിയിൽ പോലീസുകാരും ബാക്കി രാഷ്ട്രീയക്കാരും കൂടി ഒതുക്കി തീർത്താണെന്നൊക്കെ കരുതപ്പെടുന്നു. പിന്നെ വീണ്ടും പരാതിയായിട്ട് പോയി പോലീസുകാരുടെ ദേഷ്യം പിടിച്ചു പറ്റാനും അതുവഴി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ സമയത്ത് പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് സംഭവിച്ചത് അത്രയധികം വലിയ വലിയ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ തങ്കമണി സംഭവം ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് ഒതുങ്ങി പോകുന്നു, ഒരു കഥയായി മാറുന്നു. അല്ലെങ്കിൽ അത് പണ്ട് സംഭവിച്ച ഒരു ഹിസ്റ്ററിയായി മാറുവാണ്. അതൊക്കെ കേരളത്തിൽ നടന്നു എന്ന് ചോദിച്ചാൽ നടന്നു, എന്നാൽ കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. സോ അപ്പൊ ഇതൊക്കെയായിരുന്നു ആ സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്ന ഈ തങ്കമണി സംഭവം ശരിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതൊക്കെ കേരളത്തിൽ നടന്നാണോ എന്ന് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഇത്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.